എന്താ എന്താ പ്രശ്നം? കുറച്ചു ദിവസമായി ഞാൻ എന്നോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമായത്. പ്രശ്നങ്ങളേ ഉള്ളൂ സർ. അഡ്വക്കേറ്റ് വിഷ്ണുവർദ്ധന്റെ ചരിത്ര പുസ്തകം തുറന്നാൽ സാറിനതെല്ലാം മനസ്സിലാവും. ഞങ്ങൾക്ക് ഞങ്ങളുടെ മീരെ രക്ഷിക്കണം. അതിനു വേണ്ടിയാ ജീവൻ പണയപ്പെടുത്തിയിട്ടാണേലും സാറിനോട് ഇവിടെ വരെ വരാൻ പറഞ്ഞത്. പറയൂ, എന്താ? ആരാണവൻ? എന്തിനാണ് അവൻ എന്നെയും എന്റെ മകളെയും അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നത്? പറയാം. അതിനു മുൻപ് സാർ ഇതൊന്ന് കാണാം. അറിയാവുന്ന വിവരങ്ങൾ വെച്ച് വിഷ്ണുവർദ്ധനെ കുറിച്ച് ഞങ്ങൾ ഉണ്ടാക്കിയ ചില ഡീറ്റെയിൽസ് ചെയ്ത്. അവനെ വെറുതെ വിട്ട പറ്റില്ല. വെറുതെ വിടരുതവനെ. മീരെ മീറ്റ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിച്ചെന്നറിഞ്ഞ് ആ നിമിഷം അവൻ മീരെ ഇല്ലാതാക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇനി അവളെ കാണണ്ട. മക്കൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട. മീരെ വിഷ്ണുവർദ്ധൻ വിവാഹം കഴിക്കില്ല. അതിനാ ചെന്നായി ഞാൻ സമ്മതിക്കില്ല. സമ്മതിക്കരുത് സർ. അവന് തൂക്കുമര വാങ്ങിക്കൊടുക്കാതെ ഈ രവിവർമ്മ ഇനി അടങ്ങില്ല. പക്ഷെ സാർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ? എല്ലാം എനിക്കറിയാം. മക്കള് സമാധാനമായിട്ടിരിക്കുക. എന്റെ ഈ ശേഷിക്കുന്ന ജീവിതം വിഷ്ണുവർദ്ധനെ അഴിക്കുള്ളിലാക്കാൻ വേണ്ടിയാണെന്ന് മാത്രം കരുതിയാൽ മതി. ഞാൻ പറഞ്ഞില്ലേ, ഈശ്വരൻ നമ്മുടെ ഭാഗത്താ. അതെ, ഈശ്വരൻ നമ്മുടെ ഭാഗത്താ. വൃന്ദാവനത്തിന്റെ ഉമ്മറക്കോലായിൽ വിഷ്ണുവർദ്ധൻ പുതപ്പിച്ചു കിടത്തിയത് സ്വന്തം ശവശരീരം തന്നെയായിരുന്നു എന്ന് അവൻ അറിയണം. അവനതറിയും. വർമ്മ സാർ അവിടെ എത്തുന്നതോടെ വിഷ്ണുവർദ്ധന്റെ അന്ത്യകർമ്മങ്ങൾക്കുള്ള ചടങ്ങ് തുടങ്ങി കഴിയും. ഓറഞ്ച്
അച്ഛാ? ഇതുവരെ എവിടെയായിരുന്നു? എനിക്ക് ഓഫീസ് വരെ ഒന്ന് പോകേണ്ടിയിരുന്നു. എവിടെയാണെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകായിരുന്നില്ലേ? എത്ര നേരമായിട്ട് വിളിക്കുന്നു, ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫോ. മീരമോൾ എവിടെ? അവളും വിഷ്ണുവും കൂടെ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ.